It's a very important occasion for all of us to discuss about how we will take the women's movement forward in the next 3 years and face the challenges, especially before Kerala, when a ruling pro-corporate communal government is in power in this center. സമയം കുറവുള്ളതുകൊണ്ട് ചുരുക്കിയേ പറയുള്ളൂ. എല്ലാം വിശദമായി സന്തോഷമുണ്ട്. നമ്മുടെ വരുന്ന 3 വർഷക്കാലം സ്ത്രീകളുടെ പ്രസ്ഥാനത്തെ, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ, ഹിന്ദുത്വ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ ആ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. I have learnt a new thing in Kerala last time, and that was that in the inaugural speech I have to give a background of the international situation first. So I will briefly talk about that and then we will come to the national, because we cannot go into too much detail because of limited time. ഇവിടെ കേരളത്തിൽ നമ്മൾ ആദ്യം സാർവദേശീയ സാഹചര്യങ്ങളാണ് പറയുക, അങ്ങനെ ഒരു രീതി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ വളരെ വിശദമായി അതിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ചുരുക്കി സാർവദേശീയ സാഹചര്യങ്ങളെ കുറിച്ചും അതിനുശേഷം ദേശീയ കാര്യങ്ങളിലേക്കും ഞാൻ വരാം. So what we find today in the world, all over, that the entire world is in quite a turmoil today. Imperialist countries are aggressive. They are increasing their attacks. They are increasing their pressure on especially third world countries, but overall also, and forcing their hegemony on the world. ലോകമാകെ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടിരിക്കുന്ന ഒരു ഘട്ടമാണിത്. സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ കടന്നുകയറ്റം കൂടുതൽ ശക്തമാക്കുകയാണ്. മൂന്നാം ലോക രാജ്യങ്ങളുടെ പുറത്ത് മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും മുകളിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനാണ് അവരിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. This makes the situation of women in the entire world more insecure. Recently, in 2024, a report was published taking assessment of the Beijing Declaration. And after 30 years, after the Beijing Declaration, what is the status of women? What did they find? They found that even today, system in place to stop discrimination for them. സ്ത്രീകൾ ഏറ്റവും അരക്ഷിത 2024 നമുക്കറിയാം, ബീജിംഗ് ഡിക്ലറേഷന്റെ 30 വർഷം തികയുന്ന ഒരു ഘട്ടത്തിൽ എന്താണ് ഇന്നത്തെ ലോകത്തെ സ്ത്രീകളുടെ പദവി എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പഠനം നടത്തിയിരുന്നു. അതിനകത്ത് കണ്ടെത്താൻ കഴിഞ്ഞത്, ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായിട്ടുള്ള 193 രാജ്യങ്ങളിൽ 55% രാജ്യങ്ങൾക്കകത്തും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ ഇന്നും നിലവിലില്ല എന്നുള്ളതാണ്.